ഹലോ മക്കളെ, ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോമിസ് ഞാൻ തരാം. അതായത് ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷ മാത്രമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പബ്ലിക് പരീക്ഷയിൽ മുഴുവൻ ചാപ്റ്റേഴ്സ് തീർത്ത് പരീക്ഷയിൽ ഫുൾ A+ നേടാനുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് പിന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിച്ചോളൂ. അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫുൾ A+ നേടിയെടുക്കാൻ പറ്റും. ഉപയോഗിച്ചില്ലെങ്കിൽ ഒബ്വിയസ്ലി പറ്റില്ല. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, സർ ഇതൊക്കെ കുറച്ച് പഠിച്ച് തീർന്നവർക്കല്ലേ ഇത് യൂസ്ഫുൾ ആവുള്ളൂ? ഞാനൊന്നും പഠിച്ചില്ല, കാര്യമായിട്ട് ഒരു ചാപ്റ്റർ തന്നെ ഞാൻ പഠിച്ചില്ല, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മക്കളെ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒന്നും പഠിക്കാത്തവർക്കും എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് മാത്രമല്ല, അത് കൃത്യമായി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഫുൾ A+ വരെ എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ നമ്മുടെ എക്സാമിനറിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഷോർട്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ബാച്ചിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ മാത്രമായിട്ടോ പഠിച്ച പല കുട്ടികൾക്കും, അതായത് പരീക്ഷയുടെ മുൻപ് 2 മാസം മുൻപും 3 മാസം മുൻപും വരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനത്തെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് അവർക്ക് ഫുൾ A+ പുഷ്പം പോലെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും ആവറേജ് കുട്ടികൾക്ക്. ഞാൻ പറയുന്ന ഏറ്റവും ക്ലാസ് ടോപ്പേഴ്സ് എന്നല്ല, അവരൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ആവറേജ് കുട്ടികൾക്ക്. അപ്പോൾ ഇനി പ്ലാൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുൻപ് നമുക്ക് ഒരു കാര്യം നോക്കാനുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒന്ന് വിലയിരുത്താം. അതായത് നമ്മൾ നിൽക്കുന്ന ഇവിടെയാണ്, നമ്മളല്ല, നിങ്ങൾ നിൽക്കുന്ന ഇവിടെയാണ്. അടുത്ത നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചെക്ക് പോയിന്റ് ഒബ്വിയസ്ലി നമ്മുടെ ക്രിസ്മസ് പരീക്ഷയാണ്. അതിന് നമുക്ക് ജസ്റ്റ് ഒരു 7 ദിവസം, ഒരാഴ്ച സമയം ബാക്കിയുള്ളൂ. ഇനി ഈ പരീക്ഷ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, അത് പിന്നീട് പബ്ലിക് എക്സാമിൻ്റെ സ്കോർ കാർഡിലും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതുകൊണ്ടൊന്നല്ല, അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പരീക്ഷ എന്താണ്, സ്കൂളിൽ കാര്യമായിട്ട് നടത്തുന്ന പരീക്ഷയാണ്. ഓക്കെ, ഒരു പബ്ലിക് എക്സാമും കൂടിയാണ് ഒരു സെൻസിൽ, ഗവൺമെൻറ് നടത്തുന്ന ഒരു എക്സാമാണ്. മാത്രമല്ല വീട്ടിൽ ഇതിൻ്റെ മാർക്ക് ചോദിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൽ നല്ല മാർക്കൊക്കെ കിട്ടിയാൽ നല്ലൊരു മാർക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇനിയുള്ള പഠനത്തിന്, അതായത് പബ്ലിക് എക്സാമിനുള്ള പഠനത്തിന് നിങ്ങൾക്കൊരു വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കും. നേരെ മറിച്ച് മാർക്ക് കിട്ടിയില്ല, അതൊരു കോൺഫിഡൻസ് കില്ലറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പിന്നീട് സംസാരിക്കാം. കാരണം ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് മുന്നിൽ ഇനിയും കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താണ്? നിങ്ങളുടെ മോഡൽ എക്സാം. ഫെബ്രുവരി 19 മോഡൽ എക്സാം നടക്കേണ്ടത്. എന്താണേലും ഒരു 59 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഇനി 59 ദിവസം സാർ കുറേ സമയം ഉണ്ടല്ലോ. ഇല്ല, വെയിറ്റ്, കുറച്ച് പണി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഗ്യാപ്പ് അവിടെ ഉണ്ട്. അതിനുശേഷമാണ് ഉടനെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാം വരാമെന്ന്. അത് ഞാൻ മാർച്ച് 4 കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാനത്തിൽ കൊടുത്താണ്. ഓൾമോസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ഒരു 10-15 ദിവസം ഗ്യാപ്പ് ഉണ്ടാവും. ഇനി ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ, എല്ലാവരുടെയും സിറ്റുവേഷൻ, പഠിക്കാത്തവരുടെയും പഠിക്കുന്നവരുടെയും എല്ലാവരുടെയും സിറ്റുവേഷൻ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനി ആലോചിച്ച് നോക്കി. ഇതിൽ നിങ്ങൾ ആലോചിക്കുമ്പോണ്ടാവും, സർ കുറേ സമയമില്ലേ, ഡിസംബർ ഉണ്ട്, ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, കുറേ 3 മാസം സമയമില്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ ഭയങ്കര പ്ലാൻ ഉണ്ടാക്കുന്നത്? മക്കൾ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. കാരണം ഈ 3 മാസത്തിൽ നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ ശരിക്കും ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം? നിങ്ങൾ ആലോചിച്ച് നോക്കടോ. ഈ മോഡൽ എക്സാമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചാപ്റ്റർ പഠിക്കാൻ പറ്റും, പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും? ഇല്ല. പബ്ലിക് എക്സാമിൻ്റെ ഇടയിൽ പഠിക്കാൻ പറ്റും, പുതിയ ചാപ്റ്റർ പറ്റില്ല. ക്രിസ്മസ് എക്സാമിൻ്റെ ഇടയിൽ പറ്റുമോ? കുറച്ചൊക്കെ പറ്റും, എന്നാലും കുറേ പറ്റില്ല. അപ്പോൾ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള ദിവസങ്ങൾ എത്രയേ ഉള്ളൂ മക്കളെ? ഈ ദിവസവും ഉള്ളൂ. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അവിടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ദിവസങ്ങളാണ്. കുറേ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ, സോഷ്യലിൽ പ്രത്യേകിച്ച് ബയോളജിയും സോഷ്യലും അങ്ങനെ കുറേ സബ്ജക്റ്റ് റിവൈസ് ചെയ്യാൻ കുറേ ഉണ്ടാവും. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ദിവസങ്ങൾ മാത്രം, അതായത് 59, 7 അങ്ങനെ എത്രയേ ഉള്ളൂ മക്കളെ? 66 ദിവസം മാത്രമേ ആക്ച്വലി നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ പറ്റുള്ളൂ. ഫെയർ ആണ്? ഇനി എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പിന്നെ സോഷ്യലും കൂടെ ചേർത്താൽ മാത്രം 54 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഞാൻ ഹിന്ദിയും ബാക്കിയുള്ള ലാംഗ്വേജസ് ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ അതിനെപ്പറ്റി നിങ്ങൾ ഓവർ ടെൻഷൻ എടുക്കേണ്ട, കാരണം ചാപ്റ്റേഴ്സൊക്കെ വേഗം തീർക്കാൻ പറ്റും. ഇതിലെ ചാപ്റ്റർ പോലെ അല്ല അതിലെ ചാപ്റ്റർ, വേഗം തീർക്കാൻ പറ്റുന്നതാണ്. പക്ഷേ മെയിനായിട്ട് പഠിച്ചെടുക്കേണ്ട ചാപ്റ്റേഴ്സ് 54 ചാപ്റ്റേഴ്സാണ് മിനിമം. ഇനി ഒബ്വിയസ്ലി നിങ്ങളിതിൽ ചില ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ഓണപ്പരീക്ഷയ്ക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചതാണ്. നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ 10 or 20 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. 20 ചാപ്റ്റർ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 34 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. പക്ഷേ അതേസമയം 5 ചാപ്റ്റർ പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 49 ചാപ്റ്റർ എന്താണ് ഇനിയും പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നത് ഇതായിരിക്കും, ഇതിപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുക സാർ? ഇത്ര ദിവസങ്ങളേ ഉള്ളൂ, ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇതിപ്പോൾ എങ്ങനെയാണ് പഠിച്ചെടുക്കാൻ പറ്റുക? മക്കളെ, സിമ്പിളായിട്ട് ഉത്തരം തരാം. നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാമെന്ന് മാത്രമല്ല, ഇത് വെച്ചിട്ട് പരീക്ഷ എഴുതി A+ നേടിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതെങ്ങനെ നടക്കില്ല എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതാണ് വിചാരിക്കുന്നതെങ്കിൽ, 54 ചാപ്റ്റർ അല്ലേ,
പഠിച്ചെടുക്കാം. പരീക്ഷയുടെ മുമ്പ് ഒരു മാസം മുമ്പ് കുറച്ച് നോട്ടൊക്കെ എടുത്തിട്ട് കുറച്ച് നോട്ടൊക്കെ എഴുതി എന്താണ് കുറച്ച് എന്തെങ്കിലും കുറച്ച് ലൈവ് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് അങ്ങോട്ട് പരീക്ഷ എഴുതി അങ്ങോട്ട് A+ നടന്നോളും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. A+ലേക്ക് നിങ്ങൾ എത്തില്ല. നിങ്ങളുടെ എയിം ശരിക്കും ഫുൾ A+ ആണ്. നിങ്ങളുടെ എയിം അതായിരിക്കണം. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും ഫുൾ A+ കിട്ടിയവർക്ക് തന്നെ എന്താണ് +1 ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള ബ്രാഞ്ച് കിട്ടാൻ ബുദ്ധിമുട്ടായി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട നിങ്ങൾക്ക് ബെസ്റ്റ് സ്കൂളിൽ ഇഷ്ടമുള്ള ബ്രാഞ്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ എയിമിങ്. നിങ്ങൾ എന്തെങ്കിലും കാണിച്ചാലോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു. ഓക്കെ, എത്രയോ കുട്ടികളെ നമ്മൾ കാണുന്നതാണ്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി എന്താണ് ശരിക്കത്തെ പ്ലാൻ സാർ? എന്താണ് നമ്മുടെ പ്ലാൻ? മക്കളെ, ഈ 54 ചാപ്റ്ററിൻ്റെ ആരോടെ നിൽക്കട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീണ്ടും ആ ടൈം ലൈനിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എത്രയാണ്. നമ്മുടെ കയ്യിലുള്ളത് ഈ 7 ദിവസവും പിന്നെ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ദിവസങ്ങളാണ്. നിങ്ങൾ ഒന്ന് എക്സ്ട്രാ ഇത്രയും ദിവസങ്ങൾ ഇത്രയും നാൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത പോലെ നിങ്ങൾ ചിലപ്പോൾ ഉഴപ്പിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഈ 7 ദിവസവും പിന്നെ ഇവിടെ ഒരു 10 ദിവസം കൊണ്ടല്ലേ, ആ ഒരു 10-17 ദിവസം ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ഡെഡിക്കേഷൻ കൂടെ ഒന്ന് പുഷ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് മിനിമം ഒരു 20 ചാപ്റ്റർ പഠിച്ചു തീർക്കാം. മിനിമം ഞാൻ പറയും. ഞാൻ പറയുന്ന പോലെ തന്നെയാണെങ്കിൽ ഒരു 30 ചാപ്റ്റർ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. 30 ചാപ്റ്റേഴ്സ് വെറും ഈ ദിവസങ്ങൾ കൊണ്ട് 17 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പഠിച്ചു തീർത്താൽ നിങ്ങൾ ആലോചിച്ച് പോകും മക്കളെ, 30 ചാപ്റ്റർ പഠിച്ചു തീർത്താൽ പിന്നെ നിങ്ങൾക്ക് എത്ര ചാപ്റ്ററേ ഉള്ളൂ ബാക്കി? പിന്നെ ഒരു 24 ചാപ്റ്ററേ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. അത് ഈസി ആയിട്ട് പറ്റും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, ഈ 30 ചാപ്റ്റർ വെറും ഇത്രയും ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ഇത്രയും ദിവസങ്ങൾ കൊണ്ട് 20 ചാപ്റ്റർ പഠിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ 20 ചാപ്റ്റേഴ്സ് അവിടെ പഠിച്ചെടുത്ത് പിന്നെ ബാക്കിയുള്ള ദിവസം പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് എക്സാമിൻ്റെ ലൈവും കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റായാൽ A+ കിട്ടാതിരിക്കുമോ? ഇല്ല, അതുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ. ഇനി എങ്ങനെ നമ്മൾ ഇത് തീർക്കും? ഈ 20 ചാപ്റ്ററിൽ 30 ചാപ്റ്റർ എങ്ങനെ തീർക്കും? വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ 7 ഡേ സ്റ്റഡി ചാലഞ്ച് നടക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റിനും. ഓക്കെ, ഫിസിക്സിനാണ് ഞാൻ പറയുന്നില്ല, എന്നാലും ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്, ഏറ്റവും ബെസ്റ്റ് കോണ്ടന്റ് ആണ് കിട്ടാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് A+ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് അറിയാം എന്ത് പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി, വൈകുന്നേരം 7:30 മുതൽ 9:30 വരെ ആ ലൈവിൽ വന്നിരുന്നാൽ നിങ്ങൾക്ക് ഈ ആഴ്ച കൊണ്ട് മാത്രം, അതായത് ഇന്ന് മാത്സ്, നാളെ ഫിസിക്സ്, എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞാൽ ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഈ ലൈവുകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എത്ര കിട്ടുന്ന അറിയോ? ഈ ലൈവ് ഞാൻ കൂട്ടുന്ന പോലില്ലേ ഷുവർ ക്വസ്റ്റ്യൻസിന്, ആ ലൈവുകളിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 25 ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും. 25 ചാപ്റ്റേഴ്സ്. അതെങ്ങനെയാണെന്ന് എണ്ണി നോക്കിക്കോ. ഇവിടെ 5 ചാപ്റ്റർ ഉണ്ടാവും, ഇവിടെ 3 ചാപ്റ്റർ, 4 ചാപ്റ്റർ, അങ്ങനെ എണ്ണി നോക്കിയാൽ, സോഷ്യലും കൂടെ എണ്ണി നോക്കിയാൽ 25 ചാപ്റ്റേഴ്സാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. അപ്പോൾ വെറും 7 ദിവസം നിങ്ങൾ ഒന്ന് പുഷ് ചെയ്യണം. എളുപ്പമായിരിക്കില്ല, പക്ഷേ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഒരു 7 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 25 ചാപ്റ്റേഴ്സ് തീർക്കാം. ഓബ്വിയസ്ലി അതിൽ സോഷ്യലിലൊക്കെ നമ്മൾ കൂടുതൽ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് തീർക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി 25 ചാപ്റ്റേഴ്സിന് നല്ലൊരു ധാരണയുണ്ടാവും. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതൊക്കെ എക്സാമിനർ ചെയ്തു തരും, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ വന്നിരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ 25 ചാപ്റ്റേഴ്സ് ഈ ആഴ്ചയോടെ തീർത്ത് പിന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ ദിവസങ്ങളിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 6-7 ചാപ്റ്റേഴ്സും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് തീർക്കാനും പറ്റും. കാരണം ഹിന്ദിയുടെയും അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജസിൻ്റെയും അതുകൂടാതെ സോഷ്യലിലൊക്കെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് അതിനിടെ പഠിച്ചെടുക്കാം. കാരണം സോഷ്യലിലൊക്കെ നിങ്ങൾക്ക് അറിയാം 2 ദിവസമുണ്ട്, ബയോളജിയും സോഷ്യലും കൂടി ചേർത്താൽ. അപ്പോൾ ആ ദിവസങ്ങളോട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 30 ചാപ്റ്റർ പഠിച്ചെടുക്കാം, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തൊരു 30 ചാപ്റ്റർ തീർത്താലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് അവസാനം 54 ചാപ്റ്ററിൽ 24 ചാപ്റ്റർ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ജാനുവരി ആകുമ്പോഴത്തേക്കും ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ പഠിക്കുന്നൊന്നുമില്ല പോട്ടെ, ജാനുവരി ആകുമ്പോൾ നിങ്ങൾക്ക് 24 ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ എന്നുള്ള അവസ്ഥയിലാണോ നിങ്ങൾക്ക് എത്തേണ്ടത്? അല്ലെങ്കിൽ ഈ മാസം ഇതുപോലെയൊക്കെ ഉഴപ്പി പോയിട്ട് ജാനുവരി ആകുമ്പോഴും 54 ചാപ്റ്റർ പഠിക്കാനുള്ള ഒരു അവസ്ഥയിലാണോ നിങ്ങൾ എത്തേണ്ടത്? നിങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് പേടിയാവുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. ജാനുവരി ആകുമ്പോൾ 24 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ 14 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലാണ് എത്തേണ്ടത്, അല്ല 54 ചാപ്റ്റർ ബാക്കി പഠിക്കാനുള്ള അവസ്ഥയിലാണ് എത്തേണ്ടത്. നിങ്ങളുടെ ചോയ്സാണ്. ഇനി ഇതിലേക്ക് എത്താൻ വേണ്ടി ഒബ്വിയസ്ലി എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.
ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. കാരണം കറക്റ്റായിട്ട് ആ ഓർഡറിൽ പരീക്ഷയ്ക്ക് വേണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഈ ലൈവുകളിൽ. ഒബ്വിയസ്ലി ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് പരീക്ഷയുടെ തലേന്നുള്ള മാരത്തോൺ ലൈവും കൂടി പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടും. അതേ ചാപ്റ്റേഴ്സിൻ്റെ ആ 25 ചാപ്റ്റർ നിങ്ങൾ സെറ്റാക്കും, അതിലൊരു സംശയമില്ല. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിലെ ക്ലാസ്സസ് മാത്രം വെച്ച് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വെച്ച് മാത്രം നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ യു ക്യാൻ ഫോളോ ദാറ്റ്. ഇനി അതല്ല സാർ എനിക്ക് കുറച്ചും കൂടി ബേസിക്സ് മുതൽ പറഞ്ഞു തരണം, ഓരോ ചാപ്റ്റർ എനിക്ക് കുറച്ചും കൂടി ബേസിക്സ് മുതൽ പഠിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിലെ ഫീസ് വളരെ കുറവാണ്. ഓക്കെ, വളരെ അഫോർഡബിൾ ആയുള്ള ബാച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റഡി മെറ്റീരിയലും ഉണ്ട്, നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റഡി മെറ്റീരിയലും ഉണ്ട്, എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാത്ത വേറൊരു കൂട്ടം കുട്ടികളുണ്ടാവും, സാർ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കുറച്ചും കൂടി യൂട്യൂബിലാണ് കൂടുതൽ കണ്ടന്റ് വേണം, എനിക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വേണം, സ്റ്റഡി മെറ്റീരിയൽ വേണം, അവസാനം റിവിഷൻ ബാച്ച് ഉണ്ട്, റിവിഷൻ ബാച്ചൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് എന്താണ് എനിക്ക് കണ്ടന്റ് കുറച്ചുകൂടി വേണമെങ്കിൽ A+ ഉറപ്പാക്കണം, അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ബാച്ച് യൂസ് ചെയ്യാം. ഇനി അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിവിടെ ബാച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നൊന്നുമല്ല, പക്ഷെ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിൻ്റെ പുറമെ യൂട്യൂബും പ്ലസ് എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി കോണ്ടന്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബേസിക്സ് കോണ്ടന്റ് വേണമെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടാണ് ബാച്ച് റൺ ചെയ്യുന്നത്. നിങ്ങൾക്കും കൂടി തോന്നുകയാണ് നിങ്ങളുടെ ഫാമിലി സർക്കംസ്റ്റാൻസും നിങ്ങളുടെ ഫിനാൻഷ്യൽ സർക്കംസ്റ്റാൻസും വെച്ച് നോക്കുമ്പോൾ 3000 ഫീസ് സ്റ്റഡി മെറ്റീരിയലിനും എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സിനും നിങ്ങൾക്ക് അറിയാം ആരൊക്കെ ക്ലാസ് എടുക്കുന്നത്, അപ്പോൾ അവരുടെ ക്ലാസ്സിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന് എല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാല്യൂബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ശരിക്കും ഡിറ്റർമിൻഡ് ആണ്, നിങ്ങൾക്ക് യൂട്യൂബിലെ ക്ലാസ്സസും നിങ്ങൾക്ക് വെച്ച് പഠിച്ച് A+ വാങ്ങാം. അങ്ങനെ നേടിയ കുട്ടികളുണ്ട്. ഓക്കെ, എന്തായാലും എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ ഈ ചാപ്റ്ററും തീരാൻ പോകുന്നില്ല, A+ കിട്ടാൻ പോകുന്നില്ല, അതിലൊരു സംശയമില്ല. നിങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞ പ്ലാൻ ഫോളോ ചെയ്ത് പഠിച്ചാൽ ഈ 30 ചാപ്റ്റർ അല്ലെങ്കിൽ 20 ചാപ്റ്റർ നിങ്ങൾ തീർക്കുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് പിന്നീട് പഠിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടിക്കോളും. പിന്നെ എൻ്റെ ആവശ്യം പോലും നിങ്ങൾക്ക് ഉണ്ടാവും. സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് പഠിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും, അതിനുള്ള നോളജ് നിങ്ങൾക്ക് കിട്ടും. അതാണ് നടക്കാൻ പോകുന്നത്. അതുവഴി നിങ്ങൾക്ക് A+ കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ. ഇനി ഒന്നും ചെയ്യാനില്ല. ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത്രേ ഉള്ളൂ നിങ്ങളുടെ ഡിസിഷൻ. ഓക്കെ, ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ജെന്യുവൻലി യൂസ്ഫുൾ ആയെങ്കിൽ 2-3 ഫ്രണ്ട്സിന് ഷെയർ ചെയ്തേക്കും. കാരണം പലർക്കും ഈ ഒരു ടെൻഷൻ ഉണ്ടാകും, എങ്ങനെയാണ് ഇനി പഠിച്ചു തുടങ്ങിയാലും A+ കിട്ടുമോ, അത് കിട്ടുമോ, പലർക്കും ഈ ടെൻഷൻ ഉണ്ടാകുന്നുണ്ടാവും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടാവും. സോ അവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അത്രേ പറയാനുള്ളൂ. Bye and all the best.